ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വീഴ്ച ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സൊല്യൂട്ട്ലി നോട്ട്. എന്നാൽ ചില വാഗ്വാദങ്ങൾ പലപ്പോഴും ട്രംപ് പറഞ്ഞ വേർഡുകളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുടെ ഒരു പാർട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം അത് എഫ് കൂട്ടിയോ അത് എന്താണെങ്കിലും അത് ഉള്ളതെന്ന് പറയും. അപ്പൊ ആ ഒരു ശൈലിയുടെ പാർട്ടാണ്. എന്നാൽ ഇതിന് തർക്കമില്ല, അമേരിക്കൻ ജനത ഈ യുദ്ധത്തെ നിരാകരിക്കുന്നു. ഏകദേശം തുടങ്ങിയ സമയത്ത് 55% ഉണ്ടെങ്കിൽ ആസ് വി സ്പീക്ക് നൗ 69% അമേരിക്കൻ ജനത ഈ യുദ്ധത്തിന് പോയ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ പഴിചാരുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വാർ അല്ല, ദിസ് ഈസ് നോട്ട് അവർ വാർ, ദെൻ വൈ ആർ വി ദേർ? എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ഇത് ചെയ്യുന്നത്? ഇതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് ഇത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. നമ്മൾ ഈ രാജ്യത്തെ സിറ്റിസൺ ആയിക്കൊണ്ട് ആ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ദീസ് ആർ ദ ഫാക്ട്. കാരണം മീഡിയയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് സത്യം പറയുക എന്നുള്ളതാണ്, ഒരു ബാലൻസ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷന് നേരെ ഒത്തിരി കൈകൾ ചൂണ്ടപ്പെടുന്നുണ്ട് ലോക്കലി എന്നുള്ള കാര്യം. ഇത് ഇലക്ഷന് എന്ന് തുടങ്ങിയ കഴിഞ്ഞ 3-4 മാസമായിട്ട് എന്തൊക്കെ ബൈ ഇലക്ഷൻ അവിടേക്ക് അമേരിക്കയിൽ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ട്രംപ് അനുകൂലിച്ച പാർട്ടികൾക്ക് അല്ലെ കാൻഡിഡേറ്റ്സിന് വലിയ വൻ പരാജയം നേരിടേണ്ടി വരുന്നു. ഇനി വരാൻ പോകുന്ന നവംബറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സെനറ്റും സിഗ്നിഫിക്കന്റ്ലി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് നവംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയിം ഡക്ക് ആയിരിക്കും. മീൻസ് ഇവിടെ ഒരു പോളിസി ഷിഫ്റ്റ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എന്തുമാത്രം എക്സിക്യൂട്ടീവ് പവർ ഉണ്ട് എന്ന് പറഞ്ഞാലും 2-3 വിങ്ങുകളുടെ ഉണ്ട്. US സെനറ്റ്, US കോൺഗ്രസ്, സുപ്രീം കോർട്ട് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത്. അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വൈറ്റ് ഹൗസ്, സുപ്രീം കോർട്ട്, US സെനറ്റ്, US കോൺഗ്രസ് എല്ലാം ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സൂപ്പർ മജോറിറ്റിയിൽ ഇരിക്കുന്ന സമയമാണ്. എന്നാൽ ഒരു തവണ നവംബർ ഇലക്ഷനിൽ ഒരു സിഗ്നിഫിക്കന്റ് ലോസ് ഉണ്ടായി.